പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോർ ലൂപ്പ് അതിൻ്റെ കുറച്ച് യൂസുകളും ഇൻ്റഗ്രേഷനും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫോർ ലൂപ്പ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാ ഇൻ്റർവ്യൂസിനും ചോദിക്കുന്ന കാര്യമാണ് ഈ പാറ്റേൺ പ്രിൻറ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ പാറ്റേൺ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു യൂസർ നമുക്ക് ഇൻ്റർവ്യൂവർ പലതരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് തരും. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പൈത്തൺ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ കാണുന്ന പിരമിഡ് പാറ്റേൺ. ഇത് ഇപ്പോൾ ന്യൂമറിക് പാറ്റേൺ ഉണ്ട്, സ്റ്റാർ പാറ്റേൺ, അങ്ങനെ കുറേ പാറ്റേൺസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അത് പല ഷേപ്പിൽ വരും, പാറ്റേൺസ് പല ഷേപ്പിൽ വരും. ചിലപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് ഈ രീതിയിൽ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. നമുക്ക് പലതരത്തിലുള്ള പാറ്റേണിൻ്റെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഈ പിരമിഡ് പാറ്റേൺ, ഈ ഒരു സ്റ്റാർ പ്രിൻറ്റിങ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 ലൈൻസിൽ ആയിട്ട് ഇതേപോലെ ഒരു ഇൻക്രിമെൻറ്റേഷൻ വരുന്ന തരത്തിലൊരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറെ ലൈബ്രറി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫോർ ലൂപ്പ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ആദ്യം എന്താണ്, ഒരു 4 അല്ലെങ്കിൽ 5 ലൈനിലായിട്ട് നമുക്ക് പാറ്റേൺസ്, സ്റ്റാറുകൾ പ്രിൻ്റ് ചെയ്യിക്കണം. ഓക്കെ, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് ഒരു 5 ലൈനിലായിട്ട് ജസ്റ്റ് സ്റ്റാറുകൾ പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 പ്രിൻ്റ് ഓഫ് സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 0 1 2 3 4 5 ലൈനിലായിട്ട് സ്റ്റാറുകൾ ഇവിടെ താഴെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ലൈനിലും നമുക്ക് സ്റ്റാറുകൾ പ്രിൻ്റ് ചെയ്യിക്കേണ്ട, പകരം ഓരോ ഐട്രേഷനിലും ഐട്രേഷൻ നമ്പർ എത്ര നോക്കിയിട്ട് അത്രയും സ്റ്റാറുകൾ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. നമുക്ക് ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ ഈ പ്രിൻ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഫോർ ജെ ഇൻ റേഞ്ച് ഓഫ് ഐ. ഓക്കെ, പ്രിൻ്റ് ഓഫ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഫോർ ജെ ഇൻ റേഞ്ച് ഓഫ് ഐ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ ഐക്കകത്ത് എന്ത് വരും, 0 എന്നുള്ളൊരു നമ്പർ ആയിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് നെസ്റ്റഡ് ഫോർ ലൂപ്പാണ്. നെസ്റ്റഡ് ഫോർ ലൂപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കയറുമ്പോൾ ഫോർ ജെ ഇൻ റേഞ്ച് ഓഫ് ഐ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് 0 ഉപയോഗിച്ചിട്ട് 0 എന്ന് പറഞ്ഞ റേഞ്ചിൽ നമ്മൾ റേഞ്ചിനകത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അതിനകത്ത് ഐട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ഐട്രേഷൻ നോക്കാം. അടുത്ത ഐട്രേഷനിൽ ഐക്കകത്ത് വരുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ ഈ അടുത്ത ഐട്രേഷനിൽ ഐക്കകത്ത് വരുന്നത് 1 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ലൈനിൽ നമ്മൾ ഈ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് കൊടുക്കുന്നത് ഐയുടെ എക്സാക്ട് വാല്യൂ അടുത്ത ഐട്രേഷൻ, രണ്ടാമത്തെ ഐട്രേഷൻ വരുമ്പോഴേക്കും 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് 2 വട്ടം ഐട്രേറ്റ് ചെയ്യും. ഓക്കെ, 2 വട്ടം ഐട്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ആദ്യത്തെ ഐട്രേഷനിൽ സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു, അടുത്ത ഐട്രേഷനിൽ അടുത്ത സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു. അടുത്ത ഐട്രേഷനിൽ ഐക്കകത്ത് വരുന്ന വാല്യൂ എന്തായിരിക്കും, 3. ഐക്കകത്ത് 3 വരും. എന്നിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു കോഡ് സ്നിപ്പറ്റ് റൺ ആവുന്ന ടൈമിൽ ഈ ഐക്കകത്ത് ഉണ്ടാവുക 3 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ റേഞ്ച് ഓഫ് 3 എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് മൊത്തം 3 വട്ടം ഐട്രേറ്റ് ചെയ്യും. ഇതിനകത്തുള്ള ഫോർ ലൂപ്പ് 3 വട്ടം ഐട്രേറ്റ് ചെയ്യും. 3 ഐട്രേഷനിലും ഓരോ വട്ടവും ഈ സ്റ്റാർ പ്രിൻ്റ് ആവും. അപ്പോൾ ബേസിക് ലോജിക്ക് ഇത്രയാണ്. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഐട്രേഷനിൽ ഒരു സ്റ്റാർ പ്രിൻ്റായി. പിന്നെ 0ത്തിൽ ഒന്നും പ്രിൻ്റ് ആവില്ല,
അത് കഴിഞ്ഞിട്ടുള്ളതിലാണ് പറയുന്നത്. ഒരു സ്റ്റാർ പ്രിൻ്റായി, അടുത്തതിൽ 2 സ്റ്റാർ പ്രിൻ്റായിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടതിൽ 3 സ്റ്റാർ പ്രിൻ്റായിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് 4 സ്റ്റാർ പ്രിൻ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോജിക്ക് ഇവിടെ വർക്കായിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോർ ലൂപ്പിന് ശേഷം ഇവിടെ ഞാൻ പ്രിൻ്റ് ഓഫ് നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രിൻ്റ് ചെയ്തിട്ട് അതേ ലൈനിൽ പ്രിൻ്റ് ചെയ്യാണ്ട് അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സ്പേസിങ്, ഇപ്പോൾ ഓരോ ഐറ്ററേഷന് ശേഷം ഒരു സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫോർ ലൂപ്പിൻ്റെ ഓരോ ഐറ്ററേഷന് ശേഷവും ഒരു സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്ലാഷ് കൊടുത്തത്. ഓക്കെ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. ആദ്യത്തെ ഐറ്ററേഷനിൽ ഒരു സ്റ്റാർ ഉണ്ടാവുന്നു, പിന്നെ ഒരു സ്ലാഷിന് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു സ്പേസിങ് വരുന്നു. അടുത്തത് 2 സ്റ്റാർ പ്രിൻ്റ് ആവുന്നു, സ്ലാഷ് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു സ്പേസിങ് വരുന്നു, പിന്നെ 3, പിന്നെ 4, അങ്ങനെ പ്രിൻ്റായി പോകുന്നു. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ സ്ലാഷൻ പ്രിൻ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് വേണ്ട എന്താണ്, ഈ 2 സ്റ്റാർ ഇനി ഒരേ ലൈനിലാണ് പ്രിൻ്റ് ആവേണ്ടത്. അതേപോലെ ഈ 3 സ്റ്റാർ ഒരേ ലൈനിലാണ് പ്രിൻ്റ് ആവേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ട്. എൻഡ് എന്ന് പറഞ്ഞൊരു കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡ് ഈക്വൽ ടു ഒന്നും കൊടുക്കണ്ട, അതിനകത്ത് എംപ്റ്റി ആയിട്ട് കൊടുത്താൽ മതി. എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ലൈനിൽ തന്നെ കണ്ടിന്യൂ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡ് കൊടുക്കുന്നത്. ഈ സെയിം ലൈനിൽ തന്നെ ഒരു കാര്യം പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് അടുത്ത പ്രിൻറ്റിങ്ങും സെയിം ലൈനിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനിൽ പ്രിൻ്റ് ആവേണ്ട കാര്യം കൂടെ ആ ലൈനിൽ തന്നെ പ്രിൻ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഒരു രണ്ടാമത്തെ ഐറ്ററേഷൻ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ഐറ്ററേഷനിൽ ഇതിനകത്ത് 1 വരുന്നു. 1 വരുമ്പോൾ ഈ ഒരു ലൂപ്പ് 2 വട്ടം റൺ ചെയ്യുന്നു. 2 വട്ടം ഐറ്ററേഷൻ ഈ ഒരു ഫോർ ലൂപ്പ് നടക്കും. ഈ ഫോർ ലൂപ്പ് ഉള്ളിലെ നെക്സ്റ്റഡ് ഫോർ ലൂപ്പ് 2 വട്ടം ഐറ്ററേറ്റ് ചെയ്യും. ഫസ്റ്റ് ഐറ്ററേഷനിൽ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. എൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യാണ്ട് അടുത്ത ഐറ്ററേഷനിൽ സെയിം ലൈനിൽ തന്നെ അടുത്ത സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ഈ ഫോർ ലൂപ്പിന് പുറത്ത് കിടക്കും, അതായത് ഈ പ്രിൻ്റിലേക്ക് വരും. ഈ പ്രിൻ്റിലേക്ക് വരുമ്പോൾ പിന്നെ പറയുന്നുണ്ട് അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്താൽ മതിയെന്ന്. അടുത്ത ഐറ്ററേഷനിലേക്ക് വരുന്ന ടൈമിൽ അത് അടുത്ത ലൈനിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, കണ്ടോ, നമ്മുടെ റിക്വയർമെൻറ്റ് എന്തായി, സാറ്റിസ്ഫൈ ആയില്ലേ? ഇവിടെ സ്ലാഷിന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ /r കൊടുക്കാൻ പറ്റും. /r കൊടുത്തു കഴിഞ്ഞാൽ കറൻറ്റ് ലൈൻ എൻഡ് ചെയ്യണമെന്നാണ് /r പറയുന്നത്. സ്ലാഷ് എന്ന് പറയുന്നത് പുതിയൊരു ലൈൻ തുടങ്ങണം, എന്തൊക്കെയാണോ അത് കഴിഞ്ഞിട്ട് പുതിയൊരു ലൈൻ തുടങ്ങണം എന്ന് പറയുമ്പോൾ /r പറയുന്നത് കറൻ്റ്ലി ഉള്ള ആ ലൈൻ എൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിങ് ഒഴിവായി കിട്ടും /r ആണ് കൊടുക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്, ഇത് ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പ്രിൻ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്തത് ഈ ഒരു ന്യൂമറിക് പാറ്റേൺ പ്രിൻ്റ് ചെയ്ത് നോക്കുക. ഇതും സക്സസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഈ സ്റ്റാർ പാറ്റേൺ പ്രിൻ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്രത്തോളം മാക്സിമം കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസ് സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. കാര്യം ഇത് ഇൻ്റർവ്യൂസിന് എങ്ങനെ ചോദിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പാറ്റേൺ പ്രിൻറ്റിങ് നമ്മുടെ ലോജിക്കാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ അടുത്തൊരു പ്രോഗ്രാം കൂടെ ചെയ്ത് നോക്കാം. ഇനി കുറച്ച് നമ്മുടെ ലോജിക്ക് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്നത് മെയിനായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന ടൈമിൽ കോഡിങ് ആൻഡ് ലോജിക്ക് പഠിക്കുന്ന ടൈമിൽ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രൈം നമ്പർ, ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രൈം നമ്പർ എന്ന് ആദ്യം മനസ്സിലാക്കാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഇൻറ്റീജർ നമ്പർ ആയിരിക്കും പ്രൈം നമ്പർ. ഇപ്പോൾ പ്രൈം നമ്പർ ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. ആ ഒരു നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 1 കൊണ്ടും പിന്നെ ആ നമ്പർ കൊണ്ടും മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ അതിൽ തന്നെ പറയുന്നുണ്ട് 13 എന്ന് പറഞ്ഞ നമ്പർ പ്രൈം നമ്പറാണ്. അതിനെ നമുക്ക് 1 കൊണ്ടും അതേപോലെ 13 കൊണ്ടും മാത്രമാണ് കംപ്ലീറ്റ്ലി ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ, റിമൈൻഡർ ഇല്ലാതെ ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനത്തെ നമ്പറുകളാണ് നമ്മൾ പ്രൈം നമ്പറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കിട്ടുവാണെങ്കിൽ അത് പ്രൈം നമ്പർ ആണോ അല്ലേ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അത് ചെക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എങ്ങനെയായിരിക്കണം നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഒരു നമ്പർ കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ 13 പറഞ്ഞ നമ്പർ കിട്ടുവാണെങ്കിൽ അത് കംപ്ലീറ്റ് പ്രൈം നമ്പർ ആണോ അല്ലയോ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ പോരെ. അതായത് 13 കൊണ്ട് 13 കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ്. അപ്പോൾ 2ൻ്റെയും 12ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നുണ്ടോ, അതിന് റിമൈൻഡർ 0 ആവുന്നുണ്ടോ ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ 2ൻ്റെയും 12ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ കൊണ്ട് 13 ഹരിക്കുമ്പോൾ അതിൻ്റെ റിമൈൻഡർ 0 അല്ല, സോറി, ഏതെങ്കിലും നമ്പർ അല്ല 0 ആണ് കിട്ടുന്നതെങ്കിൽ അതൊരു പ്രൈം നമ്പർ അല്ല. കാരണം പ്രൈം നമ്പർ ആണെങ്കിൽ 1 കൊണ്ടും 13 കൊണ്ടും ഹരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ റിമൈൻഡർ 0 കിട്ടാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ കൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു വേരിയബിളിനകത്തേക്ക് =13 ഒരു നമ്പർ എടുത്തു. എന്നിട്ട് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ I ഇൻ റേഞ്ച് ഓഫ് 2 കൊടുത്തു. നമ്മൾ 2 മുതലാണ് ചെക്ക് ചെയ്യുന്നത്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ നമ്മൾ 2 മുതൽ ചെക്ക് ചെയ്യുന്നു. പിന്നെ 12 വരെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് A-1 കൊടുക്കാം. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഏതാണോ, അപ്പോൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. 13 കൊണ്ട് 13 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ 12 വരെ എടുക്കാം. A-1 കൊടുക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 13 - 1 12. ഞാൻ ഒരു വേരിയബിളിലാക്കി, ആ വേരിയബിൾ ഞാൻ അവിടെ യൂസ് ചെയ്തു എന്നുള്ളൂ. A-1 കൊടുത്തു. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് I, ഇപ്പോൾ നമ്മൾ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഓപ്പറേറ്റർ നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. മോഡുലർ ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി. I മോഡുലസ് A == 0. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ 0 കിട്ടുവാണെങ്കിൽ പ്രിൻ്റ് ചെയ്യണം. A ഈസ് നോട്ട് എ പ്രൈം നമ്പർ പറഞ്ഞിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ 13 അല്ല, ഞാനിപ്പോൾ ഒരു റാൻഡം നമ്പർ കൊടുക്കാം. 15 കൊടുത്തു. ഈ 15നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ 0 കിട്ടുമല്ലോ. അപ്പോൾ അതൊരു പ്രൈം നമ്പർ അല്ല. ഓക്കെ, എന്താ സംഭവിച്ചത്? ഇവിടെ A മോഡുലർ I എന്ന് കൊടുത്താൽ മതി. ഇതാണ് അതിൻ്റെ കറക്റ്റ്. Aക്കകത്ത് ഉണ്ടാവുന്നത് 15 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും. Iക്കകത്ത് ഓരോ വട്ടം ഉണ്ടാകുന്ന ആദ്യം 2 വരും. ആദ്യം 2 കൊണ്ട് കംപ്ലീറ്റ് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. പിന്നെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. 4 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നു നോക്കും. അങ്ങനെ 14 വരെ കംപ്ലീറ്റ് ഇട്ട് റിമൈൻഡർ ഇല്ലാതെ ഡിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, റൺ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന ടൈമിൽ 15 ഈസ് നോട്ട് എ പ്രൈം നമുക്ക് 2 വട്ടം പ്രിൻ്റ് കിട്ടി. അപ്പോൾ 2 വട്ടം പ്രിൻ്റ് കിട്ടാൻ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 15നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈസ് ചെയ്യുമ്പോൾ 2 തവണ നമുക്ക് 0 വന്നു. കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി, റിമൈൻഡർ ഒന്നും ഇല്ലാതെ. ആ നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് പ്രിൻ്റ് ഓഫ് I എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഏത് നമ്പർ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി. 5 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് റിമൈൻഡർ ഒന്നുമില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി അപ്പോൾ ബേസിക്കലി നമുക്ക് 2 വട്ടം പ്രിൻ്റ് ആവേണ്ട ആവശ്യമുണ്ടോ? ഒരു വട്ടം നോട്ട് എ പ്രൈം നമ്പർ എന്ന് കണ്ടാൽ തന്നെ പിന്നെ നമുക്ക് അവിടെ വെച്ച് നിർത്താം. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൈം അല്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക് കൊടുക്കാം. പിന്നെ ഒരു വട്ടം മാത്രമാണ് അത് വർക്കാവുള്ളൂ.
ഓക്കെ, 15 ഈസ് നോട്ട് എ പ്രൈം നമ്പർ നമുക്ക് പ്രിൻ്റ് കിട്ടി. ഇനി അതല്ലെങ്കിലോ, എൽസ് പ്രിൻ്റ് ഓഫ് പ്രൈം നമ്പർ ഞാൻ പ്രിൻ്റ് ചെയ്തു. എനിക്ക് ഇത് പോസിബിൾ ആണോ ഇങ്ങനെ കൊടുക്കുന്നത്? ഇങ്ങനെ കൊടുക്കുന്നത് പോസിബിൾ ആണോ? ഇതിൻ്റെ ഇടയിൽ പ്രൈം നമ്പറൊന്നും ഇടയ്ക്ക് പ്രിൻ്റായി. ഇവിടെ ഞാൻ ബ്രേക്ക് കൊടുത്തില്ല എന്ന് കരുതുക. ആ ഫോർ ലൂപ്പ് ബ്രേക്കായി പോകുന്നില്ലെങ്കിൽ ആകെ 2 വട്ടമാണ് ഇതുകൊണ്ട് കംപ്ലീറ്റ് ആയി ഡിവിസിബിൾ ആവുന്നത്. 2 വട്ടമാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവിസിബിൾ ആവുന്നത്. അതല്ലാത്ത തവണ അല്ലാത്ത എല്ലാ വട്ടവും നമുക്കിവിടെ പ്രൈം നമ്പർ ആണ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫ്ലാഗുകൾ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഫ്ലാഗുകൾ വെക്കാം? അപ്പോൾ ഞാൻ ഈ പ്രിൻ്റുകളൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കുകയാണ്. പ്രൈം നമ്പർ ആണെന്നൊക്കെ പറയുന്ന ആ പ്രിൻ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്ലാഗുകൾ യൂസ് ചെയ്യാൻ പോകാമെന്ന് വെച്ചിട്ട്. ഓക്കെ, ഞാനിവിടെ കൊടുക്കുകയാണ് ഈസ് പ്രൈം ഈക്വൽ ടു ട്രൂ എന്നുകൊണ്ട് ഞാനൊരു വേരിയബിൾ ഞാനിവിടെ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു ഫ്ലാഗ്. ഇനി ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് രണ്ടിൻ്റെയും, ഇപ്പോൾ ഇവിടെ ഞാൻ 15ആണ് കൺസിഡർ ചെയ്യുന്നത്. 2ൻ്റെയും 14ൻ്റെ ഇടയിലുള്ള 2ഉം 14 ഉൾപ്പെടെ അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ആവുന്നുണ്ടെങ്കിൽ ഈഫിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുക്കുകയാണ് ഈസ് പ്രൈം ഈക്വൽ ടു ഫാൾസ് പറഞ്ഞ് സെറ്റ് ചെയ്തു. അതായത് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലായി അത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഈസ് പ്രൈം എന്ന് പറഞ്ഞ ഫ്ലാഗിനകത്ത് ഞാൻ ഫാൾസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടില്ല, ഒരിക്കലും ഇതിനകത്ത് കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആകുമ്പോഴാണ് ഇത് ഈ ഒരു ഇഫിനകത്ത് കയറാതിരിക്കുന്നത്. അപ്പോൾ ആ ഈസ് പ്രൈമിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആ ഫ്ലാഗിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്ത ട്രൂ ആയിരിക്കും. അപ്പോൾ ഇനി ഇവിടെ എന്നിട്ട് നമുക്ക് ഇതിന് ശേഷം ചെക്ക് ചെയ്യാം. ഇഫ് ഈസ് പ്രൈം ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ പ്രിൻ്റ് ഓഫ് എ ഈസ് എ പ്രൈം നമ്പർ എൽസ് പ്രിൻ്റ് ഓക്കെ, ആണെങ്കിൽ നോക്കാം. ഓക്കെ, നോട്ട് എ പ്രൈം നമ്പർ എന്ന് വന്നു. ഇനി 13 കൊടുത്തു നോക്കാം. 13 പ്രൈം നമ്പർ ആണ്, കൊടുത്തു നോക്കാം. ഓക്കെ, 13 പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം ഉദ്ദേശിച്ചിട്ടുള്ള. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കണമെന്നില്ല കേട്ടോ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഈസ് പ്രൈം എന്ന് മാത്രം കൊടുത്താൽ മതി. ഇതിൻ്റെ അർത്ഥം ഈസ് പ്രൈം ട്രൂ ആണോ, അതിനകത്ത് വല്ല വാല്യൂ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ചെയ്ത് നോക്കാതെ, ഇപ്പോൾ ഒരു യൂസർ ഒരു റേഞ്ച് തരാണ്. യൂസർ ഇപ്പോൾ ഒരു 100 എന്ന് പറഞ്ഞിട്ട് റേഞ്ച് തരാണ്. അപ്പോൾ നിങ്ങൾ ആ 1ൻ്റെയും 100ൻ്റെ ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു കോഡ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി ഉണ്ടാവും ഈ ഏരിയനെക്കാട്ടിലും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് ഫിബൊനാച്ചി സീരീസ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വരും. അതൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ബാക്കി അടുത്ത വീഡിയോസ് കണ്ടു തുടങ്ങാം. നിങ്ങൾക്ക് ഗീക്സ് ഫോർ ഗീക്സിൻ്റെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറുകയാണെങ്കിൽ URL ഇതാണ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു URLനകത്ത് കയറുകയാണെങ്കിൽ അതിനകത്ത് കുറേ ടോപ്പിക്സും കാര്യങ്ങളുണ്ട്, പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ട്.
അപ്പോൾ ഇത്രയൊന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ അത് കുറേ മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ എന്താണ്, ഇപ്പോൾ മാത്സിൻ്റെ ഇക്വേഷനും കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. എന്നിട്ട് അതിനെ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യുന്നത്, ഒരു ഇൻ്റർവെലിനകത്ത് റേഞ്ചിനകത്ത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെയ്ത് നോക്കാൻ പറഞ്ഞില്ല, ആ ഒരു റേഞ്ചിനകത്ത് പ്രൈം നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ ഫിബൊനാച്ചി സീരീസ്, ക്യൂബ് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അറേ പ്രോഗ്രാംസ്, അറേ റിവേഴ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. നിങ്ങൾ സമയമെടുത്ത് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്ത് ഓരോന്നിൻ്റെ കോഡ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കുള്ളൊരു വേ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് റിസോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. ആ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോവാം. ഓക്കെ.